الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനീതികളായ മാതാപിതാക്കളെ ഹൃദയബന്ധമുള്ള യുവാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു അനുവദിക്കുന്ന സമയം വരെ നാം ഇവിടെ ജീവിക്കണം. ആ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റബ്ബതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് 2026 മെയ് 1 തൊഴിലാളി ദിനമാണ്. ചില കാര്യങ്ങൾ ഖുർആനിന് പറയാനുണ്ട്. ആ വിഷയങ്ങളാണ് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നത്. അതിലൊന്ന്, അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണം. ഒന്നുകൂടി പച്ചയായി പറഞ്ഞാൽ പണിയെടുത്ത് പട്ടിണി മാറ്റണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആരോഗ്യമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും കൈനീട്ടി ജീവിക്കരുത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ചില കാര്യങ്ങൾ ഖുർആൻ ഉണർത്തുന്നുണ്ട്. 1886 മുതൽക്കാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചായിരുന്നു. അവരുടെ കൂലിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അവർക്കുള്ള വിശ്രമങ്ങളായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഓർഡറുണ്ട്, 10:30 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ അവസരം കൊടുക്കണം എന്ന് മുതലാളിമാരോട് പാലിക്കണം. ബഹുനില കെട്ടിടങ്ങളിൽ പെയിന്റ് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. അവരും മനുഷ്യരാണ്, നാമും മനുഷ്യരാണ്.
മുതലാളി എന്ന ഭാവത്തോടു കൂടി തൊഴിലാളിയോട് സംസാരിക്കാൻ പാടില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തൊഴിലിന്റെ മഹത്വം, തൊഴിലാളിയും മുതലാളിയും സൗഹാർദ്ദമായിരിക്കണം. ഞാൻ ഇല്ല, എന്റെ അടിമ ഇല്ല, ഞാൻ ശമ്പളം കൊടുക്കുന്നവൻ ഇല്ല. സൗഹാർദ്ദമായിരിക്കണം. ഒന്നോർക്കുക, തൊഴിലാളി പണിയെടുത്താലേ നീ മുതലാളിയാകും. ഒരു ദിവസം ലീവ് എടുത്താൽ നിനക്കാകെ ടെൻഷനാണ്, വെപ്രാളമാണ്. അതുകൊണ്ട് മുതലാളി തൊഴിലാളി സൗഹാർദ്ദങ്ങളാകണം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മുതലാളിയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തൊഴിലാളിയും ശുഐബ് നബി അലൈഹിസ്സലാം എന്ന മുതലാളിയും ഭാര്യയുടെ മകളുടെ ഭർത്താവായി വരുന്ന മൂസാ നബി അലൈഹിസ്സലാം എന്ന തൊട്ടപ്പണിക്കാരനായ പ്രവാചകനും ഇതൊക്കെ മാതൃകയാണ്. സൗഹാർദ്ദമായിരിക്കണം. അങ്ങനെ അധ്വാനിച്ച് നല്ല സമ്പാദ്യം ഉണ്ടാക്കണം. സമ്പാദ്യം ഹലാലാവണം. ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് കാലഘട്ടം വരും മിനൽ ഹലാലി ഔ മിനൽ ഹറാം. യൂട്യൂബ് വരുമാനങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഇന്ന് കൈ നനയാതെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കണത്. പണിയെടുക്കാതെ ഇങ്ങനെ ജീവിക്കാമെന്നാണ് പഠിപ്പിക്കണത്. പക്ഷെ ഇസ്ലാം അതിനെതിരാണ്. പണിയെടുത്ത് ജീവിക്കണം. ഒരു ദിവസം 300 കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. 700 കിട്ടിയോ, അൽഹംദുലില്ലാ. 1000 കിട്ടിയോ, അൽഹംദുലില്ലാ. ഇന്നലെ കച്ചവടത്തിൽ കുറഞ്ഞു പോയോ, അൽഹംദുലില്ലാ. ഇന്ന് കൂടുതലാണോ, അൽഹംദുലില്ലാ. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം. അധ്വാനിച്ചുകൊണ്ട് ഹലാലായത് സമ്പാദിക്കണം. നല്ലത് ഭക്ഷിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കണം. നല്ലതാണ് ഭക്ഷിക്കുന്നെങ്കിൽ രോഗം വരില്ല. നമ്മുടെ വാപ്പമാർ എത്ര വയസ്സ് വരെ ജീവിച്ചു? 80, 86, 96. ഷുഗറുമില്ല, പ്രഷറുമില്ല, കൊളസ്ട്രോളുമില്ല, അറ്റാക്കുമില്ല, ക്യാൻസറുമില്ല. പഠിച്ചോ നിങ്ങൾ? ആ 96ാമത്തെ വയസ്സിൽ നടന്നില്ല അവര്. ഇന്ന് 30ന്റെയും 40ന്റെയും ഇടയിലുള്ള യുവതിയുവാക്കൾക്ക് മുട്ടുവേദനയാണ്. മുക്കനൊക്കെ ജിമ്മേഷ്യം ഇടുന്നു. ജിമ്മ് രാവിലെ വൈകിട്ട് ജിമ്മിൽ പോകുകയാണ്. ഖുർആൻ ഹലാലായ ത്വയ്യിബാത് ഭക്ഷിക്കാനാ പറഞ്ഞത്. ഖുർആൻ പരിശോധിച്ചോ? ഹലാലൻ ത്വയ്യിബാത് ഒരു വാക്കുണ്ട് ഖുർആനിൽ. അനുവദനീയമായ ഭക്ഷണം, അനുവദനീയമായ വരുമാനം, അനുവദനീയമായ സമ്പാദ്യം. ത്വയ്യിബൻ, ശരീരത്തിന് കേടില്ലാത്ത, ആരോഗ്യത്തിന് കേടില്ലാത്ത, രോഗങ്ങൾ ഉണ്ടാക്കാത്ത, അപകടങ്ങൾ ഉണ്ടാക്കാത്ത, പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത, പെട്ടെന്ന് മരണങ്ങൾ കൊണ്ടുവരാത്ത ത്വയ്യിബായ ഭക്ഷണം നീ കഴിക്കണം. ചിന്തിച്ചാ മതി. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, 67-ാം അധ്യായം സൂറ അൽ മുൽക്കിലെ 15-ാമത്തെ വചനമാണ് അധ്വാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പറയാനുള്ളത്. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. പണം ഉണ്ടായത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. വലിയ ബംഗ്ലാവ് ഉണ്ടായത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അള്ളാന്റെ ഭൂമിയാണിത്. അതിന്റെ മേല നീ വീട് വെച്ചിരിക്കുന്നത്. ഒന്ന് കിട്ടുകിട്ടാ വരച്ചാ മതി, ഇതൊക്കെ താഴെ പോകും. 15ന്റെയും 16ന്റെയും 20ന്റെയും 30ന്റെയും കാറിൽ സഞ്ചരിക്കുമ്പോ നാട്ടുകാർക്കണം പുഞ്ചിരിക്കണം. ഞാനെന്ന ഭാവം ഉണ്ടാവരുത്. അത്ര വില കൂടിയ കാറാണെങ്കിലും കൊണ്ടുപോകുന്ന സന്തോഷിക്കില്ല, ആംബുലൻസിനാണ്. ചിന്തിച്ചാ മതി. അള്ളാന്റെ ഭൂമി നിനക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. ഉടമസ്ഥനല്ല നീ. നിനക്ക് വീട് വെക്കാനും കച്ചവടം ചെയ്യാനും ജോലി ചെയ്യാനും
എല്ലാത്തിനും ഭൂമി വിധേയമാക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു ഫംശു, നീ നടക്കണം, ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ ചുമരിന്റെ മേലെ, ചുമലുകളിലൂടെ നടക്കണം, അതിന്റെ പുറത്തുകൂടെ നടക്കണം, അഥവാ ജീവിക്കണം. വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന അധ്വാനത്തിൽ നിന്ന്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. 40 പേരും എഞ്ചിനീയർ ആകില്ല, 40 പേരും ഡോക്ടർ ആകില്ല. പല പല അഭിരുചിയാണ് മനുഷ്യർക്ക്. ഒരാൾ ഇലക്ട്രീഷ്യൻ ആവാം, പ്ലംബർ ആവാം, ഓട്ടോ ഡ്രൈവർ ആവാം, പെയിന്റ് അടിക്കാരനാവാം, ഗൾഫിലേക്ക് പോകാം, ഷോപ്പിംഗ്, പിന്നെ സൂപ്പർ മാർക്കറ്റ് ആവാം, കച്ചവടമാകാം, ചായക്കടക്കാരനാകാം, ടാക്സി ഡ്രൈവർ ആകാം. പല അഭിരുചി എന്താ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അഭിരുചി അല്ലാഹു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള വകയും ഈ ഭൂമിയിലുണ്ട്, കണ്ടെത്തണം. അല്ലാഹു തന്ന ഉപജീവന മാർഗത്തിൽ നിന്ന് നീ ഭക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നിന്റെ മടക്കം എന്നിലേക്കാണ്. ഇവിടെയുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇവിടെയുള്ള വീടും പത്രാസും വാഹനങ്ങളും സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് നീ എന്റെ അടുക്കിലേക്ക് മടങ്ങും. ആ ചിന്തയിൽ ജീവിക്കണം. സൂറത്തുൻ നബഇൽ അല്ലാഹു പറയുന്നുണ്ട് അനുഗ്രഹങ്ങളെ വിശദീകരിച്ചുകൊണ്ട്, വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല വജഅൽനാ അൻ-നഹാറ മആശാ. നിങ്ങൾക്ക് അല്ലാഹു തആല ഉറക്കം വിശ്രമമാക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് പിന്നെ ഇശാനിസ്കാരം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കരുത്, കിടന്നുറങ്ങണം. ക്ഷീണിച്ചു വന്നതാണ്, വർത്തമാനം പറയാം. ഭാര്യയുമായി മൊബൈലൊക്കെ മാറ്റി വെക്കണം. എല്ലാരും പറയുന്നുണ്ടല്ലോ, രാവിലെ 1 മണിക്കൂർ മൊബൈൽ മാറ്റി വെക്കണം, ഭാര്യയുമായി വർത്തമാനം പറയണം, മക്കളുമായി കളിക്കണം. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ മൊബൈൽ മാറ്റി വെക്കണം. ഇത് കിടക്കുന്ന കണ്ണിലേക്ക് ഉറക്കം വരും വരെ ഈ സാധനം തോണ്ടിക്കൊണ്ടിരിക്കരുത്. ഭാര്യയുണ്ട് വർത്തമാനം പറയാൻ, മക്കളുണ്ട്, മോനോട് വിശേഷങ്ങൾ ചോദിക്കണം. അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഉറക്കം വിശ്രമമാണ്. പകല് ജീവസന്ധാരണ വേളയാണ്. അധ്വാനിക്കണം, പണിയെടുക്കണം, അതിന് കൃത്യനിഷ്ഠ ഉണ്ടാവണം. കട തുറക്കുന്ന ഒരാള് ഒരു ദിവസം 8 മണി, പിന്നെ 9 മണി തോന്നും പോലെ ഇല്ല. ഇസ്ലാം അങ്ങനെ അനുവദിച്ചിട്ടില്ല. കൃത്യമായിരിക്കണം. കച്ചവടക്കാര് വന്നാലും ഇല്ലെങ്കിൽ കൃത്യത ഉണ്ടാവണം. കാരണം സുബഹി കൃത്യമാണ്, ളുഹർ കൃത്യമാണ്. മനുഷ്യ ജീവിതത്തിലെ സമയനിർണിതവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. എന്തിനാണ് ബാങ്ക് കൊടുത്ത് 15 മിനിറ്റ് കാവത്ത് കൊടുക്കണത്? ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടാവാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ്. ഏതൊരു ജോലിക്കും അങ്ങനെ തന്നെയാണ്, അതുണ്ടാവണം. അപ്പോഴാണ് ആ ജോലിക്ക് ബർക്കത്ത് ഉണ്ടാകുക. അതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കണം. പകൽ അധ്വാനിക്കാനുള്ളതാണ്. ആർക്ക് വേണ്ടിയാ? കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും. അതിൽ നിന്നുള്ള വരുമാനം അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നു. ആ സഹാബി ചോദിച്ചു, അയ്യു കസബിൻ തയ്യിബിൻ യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയെ? ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലു റജുലിൻ ബിയദിഹി, സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കലാണ് ഏറ്റവും നല്ല മഹത്തായ ജോലി. ഏറ്റവും നല്ല ജോലി അതാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഏത് പ്രവാചകന്മാരെ പരിശോധിച്ചാലും അധ്വാനിച്ചുകൊണ്ടാണ് ജീവിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ഇമാമായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ നേതാവായിരുന്നു, ലോകത്തിന്റെ നേതാവായിരുന്നു, മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയായിരുന്നു. പക്ഷേ കച്ചവടക്കാരനായിരുന്നു. ലോകത്തിന് മാതൃകയുണ്ട്. ഖുർആൻ പരിശോധിച്ചാൽ കാണാം, ദാവൂദ് നബി അലൈഹിസ്സലാം ഹദ്ദാദാണ്, കൊല്ലപ്പണിക്കാരനാണ്. ആരാ ദാവൂദ് നബി അലൈഹിസ്സലാം? രാജാവാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്. സോളമൻ ചക്രവർത്തി, ദാവീദ് പ്രവാചകൻ, രണ്ടുപേർ രാജാക്കന്മാരാണ്.
ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലപ്പെടുകയാ ജീവിച്ചത്. ഹദ്ദാദ് എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം നജ്ജാറായിരുന്നു, ആശാരിയായിരുന്നു. മുസാ നബി അലൈഹിസ്സലാം അധ്വാനിച്ചാ ജീവിച്ചത്. അള്ളാഹ് ചോദിച്ചില്ലേ, മുസാ വടി എന്തിനാണ്? ആ വടിയാണ് മുഅ്ജിസത്തായിട്ട് മാറിയത്. അത് ആടുകൾക്ക് ഇല തല്ലിയിടാനാ. എന്തിനാണ് ആ വടി? ആടുകൾക്ക് ഇല തല്ലിയിടാനാണ്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അധ്വാനത്തിന്റെ മഹത്വങ്ങളാണ്. അതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണം. ഇന്നും 60-70 വയസ്സ് വരെ പണിയെടുക്കുന്ന വാപ്പമാരിവിടെയുണ്ട്. മക്കളൊക്കെ കെട്ടിച്ചു വിട്ടു, എന്നാലും അടങ്ങിയിരിക്കില്ല. അതൊക്കെ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ്. അത് കാണാനും മനസ്സിലാക്കാനും ഭാര്യയും മക്കളും ഒക്കെ തയ്യാറാവണം, പരിഗണിക്കണം. 70 വയസ്സായിട്ട് ബാപ്പ പണിയെടുക്കുന്നു, അത് കാണാൻ ഭാര്യമാര് തയ്യാറാകണം. ഒന്ന് സുഖമില്ലാതെ വരുമ്പോ ഒറ്റപ്പെടുത്താൻ പാടില്ല. 10-30 വർഷക്കാലം പ്രവാസിയായി രോഗമായി തിരിച്ചു വരുമ്പോ താങ്ങും തണലുമായി മാറണം. നിങ്ങൾ പോകുന്നില്ലേ? അല്ല, നിങ്ങൾ പോവണ്ട, ഞാൻ നോക്കിക്കോളാം, മക്കളൊക്കെ വളർന്നില്ലേ എന്ന് പറയാൻ ഉമ്മമാർക്ക് കഴിയണം. 50-55 വയസ്സ് വരെ ജോലിയെടുത്ത് സർക്കാർ ജോലിയാ, ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട്. സുഖമില്ലാതെ വന്നു, താങ്ങും തണലുമാവണം. കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, ആക്ഷേപിക്കരുത്. 10-70 വർഷക്കാലം പണിയെടുത്ത ആളാണ്. നമ്മുടെ വീടിന്റെ ഐശ്വര്യം വാപ്പയാണെന്ന് തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയണം. അധ്വാനത്തിന്റെ ബലങ്ങളെ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് അങ്ങനെയാ ജീവിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് യാചന ഇസ്ലാം നിരോധിച്ചിരുന്നാൽ ആരോഗ്യമില്ല, ജോലിയുണ്ട്, പക്ഷേ ക്യാൻസർ ആണ്, കിഡ്നി രോഗമാണ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ്, രോഗികളാണ്, അവരെ കണ്ടറിഞ്ഞ് സഹായിക്കണം. നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടുന്ന ആളുകൾ അർഹത ഉള്ളവരുണ്ട്, അർഹത ഇല്ലാത്തവരുണ്ട്. പക്ഷേ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കുടുംബത്തിൽ, അയൽവക്കങ്ങളിൽ അർഹത ഉള്ളവരെ അടുക്കളയിൽ കൊണ്ട് ഒരു സാധനം കൊടുക്കണം. അവൻ ആരോടും കൈനീട്ടാൻ പാടില്ല. അവന്റെ മരുന്ന് നാം സഹായിക്കണം. സക്കാത്തിന്റെ സംവിധാനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. മരുന്ന് തീരുമ്പോൾ അറിയണം, പള്ളികൾ ഏറ്റെടുക്കണം. മരുന്നൊക്കെ 1 മാസത്തെ മരുന്ന് ഏറ്റെടുക്കാം. അങ്ങനെ പ്രവാചകന്റെ ജീവിതം, മദീന ജീവിതം അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടങ്ങളിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ, എന്താ കാരണം? അങ്ങനെ നവോത്ഥാനം നടത്തി. അപ്പൊ ജോലിയുണ്ട്, സുഖമില്ലാത്തവർ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. കൈനീട്ടാൻ നമ്മൾ വിടാൻ പാടില്ല. നിങ്ങൾ മരുന്നിന് ആരോടും യാചിക്കണ്ട, ചോദിക്കണ്ട, ഞാൻ വാങ്ങിച്ചു തരാം, ഇന്ന കടയിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ വാങ്ങിച്ചാൽ മതി എന്ന് പറയാൻ കഴിയണം. എന്തിനാന്നറിയുമ്പോ ആ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളെ പ്രയാസം എന്താണോ അത് നമുക്ക് നാളെ വരാതിരിക്കാൻ അല്ലാഹു കാക്കുമാറാവട്ടെ. 1 മാസത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ആരായി കൂട്ടത്തിലുള്ളത്? ചിന്തിക്ക് നിങ്ങൾ. അങ്ങനെയാകുമ്പോ സക്കാത്തൊക്കെ സുന്ദരമായി നടപ്പിലാക്കിയാൽ 2.5% ഇസ്ലാം ചോദിച്ചത്. ഒരാളും കൈ നീട്ടില്ല, ഒരാളും പള്ളിയുടെ മുമ്പിലേക്ക് ലെറ്ററുമായിട്ട് വരില്ല. അതിനാണ് സക്കാത്ത്. എനിക്ക് 3 മക്കളാണ്, മോളില്ല, ഭർത്താവ് സുഖമില്ലാത്തതാ, മോളെ കെട്ടിക്കണം. ഒരു പള്ളിയുടെ മുമ്പിലും ഒരു താത്തമാരും കത്തുമായി വരില്ല. സക്കാത്ത് സുന്ദരമായി നടപ്പിലാക്കിയാൽ യാചന ഇല്ലാണ്ടാക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ കച്ചവടങ്ങളും നന്മയാണ് കേട്ടോ. അവനവൻ അറിയാവുന്ന കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. 22 വർഷക്കാലം ഗൾഫിലായിരുന്നു. നാട്ടിലേക്ക് വന്ന് സംസാരത്തിനിടയിൽ പറഞ്ഞു, ഇനി പോകുന്നില്ല, ഒരു കട നോക്കണം, ഒരു കച്ചവടം തുടങ്ങണം, അന്നൊന്ന് ജീവിക്കാനുള്ള മാർഗം ആയിക്കോട്ടെ, നല്ലതാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. നീ ആ കച്ചവടം തുടങ്ങുമ്പോ ബാങ്കിൽ പോയി ലോൺ എടുക്കരുത്. നീ പലിശക്ക് പണം എടുത്തുകൊണ്ട് കച്ചവടം തുടങ്ങരുത്. അഹല്ലല്ലാഹുൽ ബൈഅ സൂറ അൽ ബഖറയിൽ 275-ാമത്തെ ആയത്തിന്റെ ഇടയിൽ വന്നതാണ്. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. പലിശ ഹറാമാണ്. കച്ചവടം ഇങ്ങനെ കുറഞ്ഞു, അലമാരിയിൽ സാധനങ്ങളില്ല. അപ്പൊ ആള് വരും, പൈസ വല്ലതും വേണോ? വൈകുന്നേരം തന്നാ മതി. വേണ്ട,
എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയണം. അല്ലാതെ അത് വാങ്ങിച്ചിട്ട് അലമാരി മൊത്തം നിറച്ചാൽ അതിലൊരു ബർക്കത്തും കാണില്ല. അതുകൊണ്ട് കച്ചവടം അധ്വാനത്തിന് ഏറ്റവും സുന്ദരമായ മാർഗമാണ്, നല്ലതാണ്, പുണ്യമാണ്, നന്മയാണ്. ഒന്ന് ഹറാമിൽ വിട്ടു നിൽക്കണം. പിന്നെ കച്ചവടക്കാരോട് സുബഹി നിസ്കരിച്ചിട്ട് കട തുറക്കാവൂ. പതിരാത്രി വരെ ഇരുന്ന് 12 മണിക്ക് കടന്നുറങ്ങി സുബഹി ഇല്ലാതെ കട തുറന്നാൽ 1000 കിട്ടിയാലും 500 കിട്ടിയാലും 10,000 കിട്ടിയാലും ബർക്കത്ത് കാണില്ല. കാരണം സുബഹി എന്ന് പറയുന്നത് അല്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കലാണ്. മൻ സല്ലാ സ്വലാത്ത സുബഹി ഫകഅന്നമാ ജമാഅതൻ വഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാൾ സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ ഇവിടെ വരാൻ വരുന്ന ആളുകൾ ഇവിടെ എത്തുക, മറ്റു പള്ളികളിലേക്കാണെങ്കിൽ അവിടെ എത്തുക. അങ്ങനെ സുബഹി നിസ്കരിച്ചാൽ നിങ്ങളുടെ അല്ലാഹു സംരക്ഷണം ഏറ്റെടുക്കും. അതിന്റെ ബർക്കത്ത്. പിന്നെ കടയിലേക്ക് ചൊല്ലി വീട്ടിൽ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ദുആ ചെയ്ത് ഇറങ്ങണം. കടയിലേക്ക് തുറക്കുമ്പോ ബിസ്മില്ലാ പറഞ്ഞ് കടയിലേക്ക് കയറണം. ആദ്യ കച്ചവടത്തിന് 10 രൂപ കിട്ടി, അൽഹംദുലില്ലാ പറയണം. അതൊക്കെയാണ് കച്ചവടത്തിന്റെ ബർക്കത്ത്. അതൊക്കെയാണ് ബർക്കത്ത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് കച്ചവടത്തിൽ അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം ഹലാലാണ്. വഹറമ റിബ, പലിശ ഹറാം. ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിന് ഒഴിവാക്കണം കേട്ടോ. അതുകൊണ്ടാണ് കച്ചവടം നിലനിൽക്കാത്തത്. അതുകൊണ്ട് 1, 2, 3 കണ്ടില്ലേ, വലിയ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി ഒരുപാട് പൈസ ഇറക്കിയിട്ട് ഒരുപാട് കടകൾ തുടങ്ങും. 3 വർഷം കഴിയുമ്പോൾ പൊട്ടിക്കിടക്കണം. എന്താ കാരണം? കച്ചവടം ഇല്ലാത്ത കൊണ്ടല്ല, പിന്നെ ഹറാമാണ് അതിനകത്ത് മുടക്കിയിരിക്കുന്ന മൊത്തവും. പലിശക്ക് എടുത്തിട്ടാണ് ആ ചെയ്തിരിക്കുന്നത് മൊത്തവും. 2, 3 വർഷം അല്ല, വേറൊന്നുമല്ല. നിങ്ങൾ ഹറാമില്ലാതെ കച്ചവടം തുടങ്ങി. തട്ടുകടയാണോ, ചായം കടിയാണോ, അതിൽ ബർക്കത്തുണ്ടാകും. അതിൽ അല്ലാഹു തആല ബർക്കത്ത് തരും. അതും മതി. അതാണ് ഹലാല്. എങ്ങനെയാ? കിട്ടുന്ന പൈസയിൽ നിന്ന് ആശുപത്രിയിൽ കൊടുക്കാതിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹോസ്പിറ്റൽ ചെലവില്ലാതിരുന്ന ജീവിതം നന്നായി. അതിനെന്ത് വേണം? ഹറാമില്ലാതിരിക്കണം, ലോട്ടറി എടുക്കാതിരിക്കണം, അതിന്റെ റിസൾട്ട് നോക്കാതിരിക്കണം. അല്ലാഹ് തരുന്ന കച്ചവടത്തിൽ 500 ആണോ 200 ആണോ, അത് അൽഹംദുലില്ലാ ബർക്കത്ത. അതിന് ഉമ്മാക്ക് മരുന്ന് വാങ്ങി കൊടുക്കണം. അതാണ് ബർക്കത്ത്. പിന്നെയോ ഇന്ന സുദഖ, തീർച്ചയായും സത്യസന്ധത. യഹ്ദി ഇലൽ ബിർറ്, കച്ചവടത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സത്യസന്ധമായി കച്ചവടം ചെയ്യണം. മുഖം നോക്കി കച്ചവടം ചെയ്യരുത്. സത്യസന്ധത അത് നന്മയിലേക്ക് നയിക്കും. വഇന്നൽ കദിബ, തീർച്ചയായും കളവ്, കള്ളത്തരം, ചതി, വഞ്ചന, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം, അത് നരകത്തിലേക്ക് നയിക്കും. ആ കച്ചവടങ്ങളാണ് നിലനിൽക്കുന്നത്. ഖുർആൻ സമീപനങ്ങളാണ്. മയ്യൊന്നിന് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയാനുള്ള ആഹ്വാനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ സ്വീകരിക്കണം. ഖുർആൻ എവിടെയാ സംസാരിക്കാത്തത്? ഖുർആൻ സംസാരിക്കാത്ത ഒരു വിഷയങ്ങളുമില്ല. ഓരോ കച്ചവടക്കാരും അൽ അമീനായിട്ട് മാറണം. പ്രവാചകത്വത്തിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന് ലോകം നൽകിയ പേരാണ് അൽ അമീനായ കച്ചവടക്കാരൻ. ഓരോ കച്ചവടക്കാരും അൽ അമീനായിട്ട് മാറണം. അതുപോലെ തന്നെ മുതലാളി തൊഴിലാളി സൗഹാർദ്ദം ഉണ്ടാകണം. നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന മലയാളി ആവട്ടെ, അന്യസംസ്ഥാന തൊഴിലാളി ആവട്ടെ, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ കടയിൽ വന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയരുത്, പാടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തില്ല, ആയിക്കോട്ടെ, കസ്റ്റമറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചീത്ത പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ ശമ്പളം കൊടുക്കുന്നവനല്ലേ, ഇസ്ലാം പറഞ്ഞു പാടില്ല. അവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്യാതിരുന്നത് പറയണം അവനോട്. മലയാളി ആവട്ടെ, മലയാളി അല്ലാത്തവനാകട്ടെ, അവൻ തൊഴിലാളിയാണ്, അവന്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ പാടില്ല. നമ്മുടെ കടയിൽ 4 ആളുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം ഉയരും, അല്ലേ? വലിയ ആളാകാൻ നോക്കും. എന്തിന്? അവൻ എത്രത്തോളം കൊച്ചാക്കാൻ പറ്റുമോ, എന്തിന്? അവന് ടേച്ച് പോയാലോ അടുത്ത ആളെ തപ്പണം. ചിന്തിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് മുതലാളി തൊഴിലാളി സൗഹാർദ്ദമാകണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കച്ചവടക്കാരോട് പറയുന്നു, ഓട്ടോ ഡ്രൈവർമാരോട് പറയുന്നു, കൈനീട്ടം ഇസ്ലാമിലില്ല കേട്ടോ. രാവിലെ സുബഹി കഴിഞ്ഞ് 7 മണിക്ക് ഓട്ടോ ഇട്ടതാ, ഒരാൾ വന്നു, കൈനീട്ടം ഇസ്ലാമിലില്ല. സുബഹിക്ക് ഒരാൾ പള്ളിയിൽ വന്നു, മൊബൈൽ എടുക്കാൻ പറഞ്ഞു, ക്യാഷ് എടുക്കാൻ പറഞ്ഞു.
അയാൾക്ക് ഒരു പാക്കറ്റ് പാല് വേണം. കട തുറന്നേ ഉള്ളൂ, പിന്നെ പൈസ ഇല്ല. ഞാൻ വീട്ടിൽ ചെന്ന് അയച്ച, അയ്യോ കട തുറന്നേ ഉള്ളല്ലോ, കൈനീട്ടം കിട്ടാതെ. എന്ത് കൈനീട്ടം? അതൊക്കെ ഇസ്ലാമിക ആചാരങ്ങളല്ല, ഇസ്ലാമിന് വെളിയിലുള്ള ആചാരങ്ങളാണ്. ഇസ്ലാമിന് അങ്ങനെ ഒന്നുമില്ല. അയാൾക്കത് കൊടുക്കാം, ബിസ്മിൽ കൊടുക്കാം, അതാണ് ഇസ്ലാമിന്റെ മര്യാദ. അതൊക്കെ ഉപേക്ഷിക്കണം. കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഓട്ടോറിക്ഷയുമായി ഓടി ബന്ധപ്പെട്ട് കൈനീട്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇസ്ലാമികമല്ല എന്നോ ചിന്തിക്കാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് കച്ചവടക്കാരനായിരിക്കണം. അവന്റെ സുഖമില്ലാത്ത ഉമ്മയെ സഹായിക്കണം. ഒരു റമദാനിന്റെ പൈസ ഒരുപാട് സ്വതക്ക ചെയ്തില്ലേ? കടയിൽ ജോലി ചെയ്യുന്നവൻ ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഇവിടെ സ്വതക്ക സ്വീകരിക്കില്ല. ഇവിടെ റമദാനിൽ കിറ്റ് കൊടുത്തില്ലേ? ഒരുപാട് പാവത്തങ്ങൾക്ക് കടയിൽ തൊഴിലാളിക്ക് കൊടുത്തോ? സ്കൂൾ തുറക്കാൻ പോകുന്നു, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടോ? വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ കടയിൽ നിൽക്കുന്ന തൊഴിലാളിയാണ്. അവന്റെ മകന് ബാഗ് വാങ്ങിച്ചു കൊടുക്കണം, അവന്റെ മകന് ബുക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവനോട് ചോദിക്കണം, എങ്ങനെയാ മക്കളൊക്കെ പഠിക്കുന്നില്ല? ഉണ്ട്, 5ഉം 3ലും ഒക്കെ പഠിക്കുന്നത്. ബുക്കൊക്കെ വാങ്ങണം, ഞാൻ വാങ്ങിച്ചു തരാം. നീ എന്റെ കടയിൽ വർഷങ്ങളായില്ലേ? അവന്റെ കണ്ണ് നിറയും. അതാണ് തൊഴിലാളികളുടെ മുതലാളി. അല്ല നാട്ടുകാർക്ക് മൊത്തം കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. താൻ മുതലാളിയാകാൻ കാരണമായി തൊഴിലാളിയെ പരിഗണിക്കാത്തവർ അല്ലാഹു റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു മുതലാളി അവനുണ്ടെങ്കിലേ നമ്മളുള്ളൂ, അവനില്ലെങ്കിൽ കട അടച്ചിടേണ്ടി വരും. ഇപ്പോഴേ ഗ്യാസ് ഇല്ല, ഒരുപാട് കടകൾ അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടല് നടത്തുന്ന ആൾക്കാരോട് പറയുന്നു, അവരുടെയൊക്കെ വീട്ടിൽ പുകയുന്നുണ്ടോന്ന് അന്വേഷിക്കണം. ജോലിയില്ലാതെ വീട്ടിലിരിക്കുക, അവർ അന്വേഷിക്കണം. എങ്ങനെയാ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഹൈർ. അതല്ല, ജോലിക്ക് പോകാതെ ഗ്യാസ് ഇല്ലാത്തതിന്റെ പേരിൽ കടകൾ അടച്ചിടുമ്പോ ആ വീട് പട്ടിണിയാകാൻ പാടില്ല. ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല, വേറെ ഏതെങ്കിലും പണിക്ക് പോകുന്നുണ്ടാകും, പക്ഷെ വിളിച്ചന്വേഷിക്കണം. എങ്ങനെയാ കാര്യങ്ങൾ? ഞാൻ വേറെ പെയിന്റിങ്ങിന് പോകണുണ്ടല്ലോ, ഇത് സന്തോഷം. അങ്ങനെയാവണം. ആ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഖുർആൻ പറഞ്ഞില്ലേ? സൂറ അൽ ജുമുഅയിലെ ഒരു വചനമുണ്ട്, ഫഇദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ കഴിഞ്ഞ പള്ളി കുത്തിയിരിക്കുന്നത്. ഫഇദാ ഖുലിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ, വ്യാപിക്കണം, ഫിൽ അർളി, ഭൂമിയിൽ, വബ്തഗൂ, നിങ്ങൾ തേടിപ്പിടിക്കണം, മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന്. അഥവാ കച്ചവടത്തിലേക്ക് ഇറങ്ങണം, ജോലിയിലേക്ക് ഇറങ്ങണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവ് എടുക്കാമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റമദാൻ ആകുമ്പോ കടയടച്ചിടാമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ അവന്റെ ഇഷ്ടം. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഇവിടെ ഇസ്ലാം പറഞ്ഞോ? വെള്ളിയാഴ്ച ആകുമ്പോ പിന്നെ പണിക്ക് പോകണ്ട, വെള്ളിയാഴ്ച ആകുമ്പോ കട തുറക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. രാവിലെ മുതൽ പണിയെടുക്കണം. എന്നിട്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ വസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. 12 കടയടക്കണം. 12 ജോലി ഒതുക്കണം. പെയിന്റുകാരൻ പെയിന്റടിക്കാൻ ആളാണോ? 12 കഴുകി വൃത്തിയാക്കി പള്ളിയിലേക്ക് വരണം. ജുമുഅ കഴിഞ്ഞ് ആഹാരം കഴിച്ച് വീണ്ടും ഇറങ്ങണം. വേണമെങ്കിൽ വിശ്രമിക്കാം. അതാ ഇസ്ലാം. അല്ലാതെ പള്ളിയിൽ തന്നെ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല, പണിയുണ്ട്, അയാൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ട്, അതൊന്നുമില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ കസീറൻ, ധാരാളം അല്ലാഹനെ ഓർക്കണം. അതായത് അസ്ർ നിസ്കരിക്കാൻ പള്ളി വരണം, മഗ്രിബ് കളയരുത്. ജോലിക്കടയിൽ, തൊഴിലിന്റെ ഇടയിൽ, ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ, നിന്റെ പണിയൊക്കെ ചെയ്യുന്നതിനിടയിൽ എന്ത് ചെയ്യണം? നീ അല്ലാഹനെ ധാരാളം ഓർക്കണം. അഥവാ നിസ്കാരം ഒഴിവാക്കരുത്. ലഅല്ലകും തുഫ്ലിഹൂൻ, തീർച്ചയായും നിങ്ങൾ വിജയികൾ ഉൾപ്പെടാമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. തൊഴിലാളികളോട് ഇസ്ലാം പറഞ്ഞു, മാന്യത ഉണ്ടാകണം, സത്യസന്ധമായി പണിയെടുക്കണം, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം, നല്ല പെരുമാറ്റം മുതലാളിയോടും വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ ഉണ്ടാവണം. അതേപോലെ നിർബന്ധമായും പറയും, സമയം പാലിക്കണം. ഇപ്പൊ വരാന്ന് പറയും, ഇപ്പൊ വരണം, ഇല്ല പറയരുത്. ഞാൻ വൈകുന്നേരം 5 മണിക്കെത്താം, 5 മണിക്ക് വരണം.
അതാണ് ഇസ്ലാം. കാരണം അയാൾ 5 മണിക്ക് കാത്തിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് സമയം പറഞ്ഞത് പാലിച്ചിരിക്കണം. അതൊരു തൊഴിലാളി ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല പെരുമാറ്റത്തോടുകൂടി പെരുമാറണം. അതുപോലെ തൊഴിലാളികളുടെ അവകാശങ്ങളെ നിഷേധിക്കണം. ഇസ്ലാം പറഞ്ഞു പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ഒരു കൂലി കൊടുത്തിരിക്കണം. അല്ല, പൈസ ബാങ്കില ഞാൻ ഇപ്പൊ എടുത്തോളല്ല. അവൻ രാവിലെ പണിക്ക് വന്നതാണെങ്കിൽ അവൻ ആദ്യം പണി നിശ്ചയിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എത്രയാ കൂലി? ഇന്ന കൂലിയ. എപ്പോഴാ നീ വരിക? ഇന്ന സമയത്ത് വരും. എപ്പോഴാ നീ തീരുക? ഇന്ന സമയത്ത് തീരും. ആ പൈസ എടുത്ത് കൈ വെക്കണം. അല്ല, അവൻ അവിടെ നിർത്തിയിട്ട് വണ്ടി എടുത്തോണ്ട് പോയിട്ട് ATM പോയിട്ട് പൈസ എടുക്കാൻ നിൽക്കരുത്. അവന് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനവന്റെ കുടുംബമുണ്ട്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം എന്നോ പരിശുദ്ധ ഇസ്ലാം. പ്രിയമുള്ളവരെ, വാപ്പ അധ്വാനിച്ചാലേ വീട് മുന്നോട്ട് പോകും. അത് ഭാര്യയും മക്കളൊക്കെ മനസ്സിലാക്കണം. കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഓൺലൈൻ പ്രോത്സാഹിപ്പിക്കണം. ഒരുപാട് കടകളെ കടഞ്ഞു കിടക്കുന്നുണ്ട്. കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ് മൊബൈൽ എടുത്തിട്ട് അത് ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് വാങ്ങുന്ന രീതിയൊക്കെ മാറ്റണം. അവര് വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി സാധനം എടുത്തു വെച്ച് അതേപോലെ തൊഴിലാളിയെ വെച്ചിട്ടിരിക്കുക. കടയിൽ പോയി സാധനം വാങ്ങണം. കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഓൺലൈൻ സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇസ്ലാം അനുദരിതരാണ്. നമ്മുടെ നാടിനാണ് കച്ചവടം കൊണ്ട് ഗുണം. ചിന്തിക്കുക. അതേപോലെ തന്നെ പ്രവാസ ലോകം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കുടുംബക്കാരെ പ്രയാസപ്പെടുത്തരുത്. 10-30 വർഷക്കാലം ഗൾഫിൽ കിടന്ന് പണിയെടുത്തവരാണ്. ജോലി, രോഗങ്ങള്, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കട്ടെ, എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ഇവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്നില്ലേ? മീൻ അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ? എന്റെ ഉമ്മമാരെ, നിങ്ങൾ ആ സാധനം കൊണ്ട് തന്നപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. ആ വീട്ടിലേക്ക് സാധനം കൊണ്ട് കിട്ടിയപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ? നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിനോട് ദുആ ചെയ്തോ? അധ്വാനിക്കുകയല്ലേ എപ്പോഴും മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ പറയണം. സ്ത്രീകളെ, സഹോദരിമാരെ, അതുപോലെ തന്നെ വരുമാനം അറിഞ്ഞ് ചെലവഴിക്കണം. വെള്ളമുണ്ടെങ്കിലേ മുങ്ങാൻ പറ്റൂ. കടബാധ്യത വന്ന വാപ്പ തളർന്നു പോകും. കിട്ടാൻ മാർഗമില്ല. വരപ്പടെ വരുമാനം അനുസരിച്ചുകൊണ്ട് ചിലവഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാവണം കുടുംബമെന്നോ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന സ്റ്റഫ് ബ്രാൻഡഡ് അല്ല. നിങ്ങളെ ചെരുപ്പും നിങ്ങളെ ഉടുപ്പും നിങ്ങളുടെ ബനിയനും അടിവസ്ത്രങ്ങളും ഒക്കെ ബ്രാൻഡഡ് ആണ് അല്ലേ? വാപ്പ ധരിച്ചിരിക്കുന്നത് വില കുറഞ്ഞ വസ്ത്രമാണ്. വാപ്പയുടെ വില അറിയണം. അധ്വാനത്തിന്റെ വില അറിയണം. ആ വാപ്പയോട് വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അറിയണം. മുമ്പ് കണ്ടില്ലേ, ഒരു കാറ് വാങ്ങിക്കൊടുത്തു, തൃപ്തിയായില്ല. ആഡംബര ബൈക്ക് വേണമെന്ന് അച്ഛനോട് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ആ മകൻ അച്ഛനെ കൊന്നു കളഞ്ഞു. കേരളത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. അച്ഛന് നേരെ കൈയുയർത്തുന്ന മക്കൾ അല്ലെ? ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ കൊന്നുകളയുന്ന മക്കള്. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, വാപ്പായുടെ തണൽ അറിയണം, വാപ്പായുടെ അധ്വാനം അറിയണം. വാപ്പ കീറിയതും മുഷിഞ്ഞതും അതേപോലെ തന്നെ വില കുറവ് ധരിച്ചുകൊണ്ട് ഈ ബ്രാൻഡ് ഇട്ട് നടക്കണത്. ആ ചിന്ത ഉണ്ടാവണം. അധ്വാനത്തിന്റെ ബലം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവസാനമായി പറയാനുള്ളത്, ഹലാലായത് സമ്പാദിക്കണം, ഹലാലായത് കൊണ്ട് ജീവിക്കണം, ഹലാലായ മാർഗത്തിൽ മക്കളെ വളർത്തണം, ഹലാലായത് കൊണ്ട് വീട് നിർമ്മിക്കണം, ഹലാലായത് കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കണം. അങ്ങനെ റബ്ബിന്റെ തൃപ്തിയുള്ള ഏറ്റവും സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങണം. ഇസ്ലാമിക ചരിത്രത്തിൽ തോളോട് തോട് നിന്ന് പുഞ്ചിരിയോടെ കൂടി ജീവിച്ച 2 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. എന്ത് സൗഹാർദ്ദമായിട്ടാണ് കഅബാലയം പടുത്തുയർത്തിയത്. കഅബാലയത്തിന്റെ നിർമ്മാണം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബ മുതൽ ഇബ്രാഹിം നബി എന്ന ആദർശ പിതാവിന്റെ ആ നിർഭയത്വത്തിന്റെ കഥ, ചരിത്രം കേൾക്കാം. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين يا أيها الناس أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ട് വരും. എല്ലാവരും കാത്തിരിക്കുകയാണ്. ആദ്യമായി പറയാനുള്ളത്, ഫേസ്ബുക്കും വാട്സാപ്പും അല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഊഹങ്ങൾ ഇസ്ലാം വലിച്ചെറിയാൻ പറഞ്ഞു. ഒക്കെ ഊഹങ്ങളാണ്. ഊഹങ്ങളെ പിന്നാലെ പോകരുത്. അതിന് ലൈക്കും ഷെയറും നൽകരുത്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറ അൽ ഹുജറാത്തിലെ 12-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഈ ചിത്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കണം. കസീറൻ മിനൽ-ളന്നി, ഊഹിച്ചുകൊണ്ടൊന്നും പറയരുത്. 4-ാം തീയതി ഉച്ചക്കാണ് റിസൾട്ട്. ഏകദേശം കേരളത്തിന് മുഖം പ്രത്യക്ഷമാകുക, ഉച്ചയാകും. അതിനു മുമ്പ് എന്തിനാണ് ഊഹിച്ചു പറയുന്നത്? ഇല്ല. ഇയ്യാക്കും ഇജ്തനബു കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ ഊഹിച്ചുകൊണ്ട് ഒന്നും പറയരുത്. ഊഹത്തെ നിങ്ങൾ വെടിയണം. ഇന്ന ബഅദൽ-ളന്നി ഇസ്മ, ഊഹം കുറ്റകരമാണ് കേട്ടോ. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇയ്യാക്കും വല്ലന്ന, തീർച്ചയായും ഊഹത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഫഇന്നൽ-ളന്ന അക്ദബുൽ ഹദീസ, ഊഹം പച്ചക്കള്ളമാണ്. എന്താണ് ഊഹം? പച്ചക്കള്ളമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് ലൈക്കും ഷെയറും കൊടുക്കരുത്. അത് നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടരുത്. കാരണം ഊഹമാണ് അതൊക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത്. പൊട്ടിച്ചാലല്ലേ എന്താണെന്നറിയാൻ പറ്റത്തുള്ളൂ. അത് വരാൻ കാത്തിരിക്കുകയാണ്. അതിന് മുന്നേ പ്രവചനങ്ങൾ ഇസ്ലാമിൽ ഇല്ല. അപ്പൊ ആ പ്രവചന മത്സരം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങള് അതിൽ പങ്കാളിയാകും. മുസ്ലിങ്ങൾ അതിൽ വോട്ട് ചെയ്യരുത്. പ്രവചനം ഇസ്ലാമികമല്ല. പ്രവാചകന്മാർക്കുള്ള വഹ്യ് അത് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. അല്ലാതെ ഊഹിച്ചുകൊണ്ട് പറയുക ഇത്ര സീറ്റ് കിട്ടും, ഇന്നയാള് ജയിക്കും, ഇന്നയാള് മുഖ്യമന്ത്രിയാകും, ഇങ്ങനെ തൂത്തുവാരും എന്തിന്? അതിന്റെ ആവശ്യമില്ല. എവിടെയും അല്ലാഹനെ സൂക്ഷിക്കണം, എവിടെയും പടച്ചവനെ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ജയപരാജയങ്ങൾ ഉണ്ടാകാം. ഒരു പാർട്ടി ജയിക്കും, മറ്റൊരു പാർട്ടി തോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടവര് ജയിക്കും, ഇഷ്ടപ്പെട്ടവര് തോക്കും. അവിടെ ശ്രദ്ധിക്കണം. വലാ യഅതബ ബഅദുകും ബഅദാ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും തോറ്റുപോയാൽ ദുഷിച്ച് വർത്തമാനം പറയരുത്. ആരെങ്കിലും തോറ്റുപോയാൽ നിങ്ങൾ കളിയാക്കരുത്, നിങ്ങൾ പരിഹസിക്കരുത്. രാഷ്ട്രീയം വേറെ, ഇസ്ലാം വേറെ. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപ്പെട്ട ഒരാളായിരിക്കാം. തോക്കണമെന്ന് വിചാരിച്ച ആളായിരിക്കും തോറ്റിരിക്കുക. പക്ഷെ ദുഷിച്ചുകൊണ്ട് കളിയാക്കരുത്. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. ഇതൊക്കെ പാലിക്കണം. ഖുർആൻ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം. വലാ തനാബസു ബിൽ അൽഖാബ്, തോറ്റതിന്റെ പേരിൽ പരിഹാസ പേര് വിളിച്ചുകൊണ്ട് കളിയാക്കരുത്. ചാരവൃത്തി വിളിച്ചു പറയരുത്. അയാളെ ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറയരുത്. അതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോ, അതിന്റെ റിസൾട്ടുകൾ വരുമ്പോ, അതിന്റെ പ്രഖ്യാപനങ്ങൾ വരുമ്പോ നമ്മുടെ ചിന്തയും നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ നിലപാടുകളും ഖുർആനായിരിക്കണം. ഒരാളെയും കളിയാക്കാനും പരിഹസിക്കാനും. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യപരമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത്. ജനാധിപത്യപരമായി ഒരു ഗവൺമെന്റ് ഉണ്ടാകും. അതാണ് വേണ്ടത്. അല്ലാതെ അവിടെ കളിയാക്കലും പരിഹാസങ്ങളും ചീത്തപ്പേരുകളും പടക്കം പൊട്ടിക്കലും അതിലൊന്നും മുസ്ലിമീങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ ഇസ്ലാഹി ആദർശമുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് ജനാധിപത്യ നിലപാടാണ്, മതേതരത്വത്തിന്റെ നിലപാടാണ്. മൗലാന അബുൽ കലാം ആസാദും വക്കം അബ്ദുൽ ഖാദിർ മൗലവിയും സനാഉല്ലാഹ് മഖ്തി തങ്ങളും അതേപോലെ തന്നെ സീദി സാഹിബും അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരായ ആളുകൾ കാണിച്ചു തന്ന ഏറ്റവും സുന്ദരമായ ജനാധിപത്യപരമായ രാഷ്ട്രീയമുള്ളവരാണ് നമ്മൾ. ആ ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ആഘോഷങ്ങളിൽ പങ്കാളിയാവേണ്ടതോ. ഇസ്ലാമിന്റെ മാനദണ്ഡം മറക്കാൻ പാടില്ല എന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് മാറമ്പള്ളിയിൽ
മഗ്‌രിബിന് ശേഷം ബഹുമാന്യനായ മുഹീദ്ദീൻ മൗലവി പൊന്നാനിയുടെ പ്രഭാഷണമുണ്ട്. തൗഹീദും ഇസ്ലാമിന്റെ അടിത്തറ സമയം കണ്ടെത്തി പോകണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയെ ഉദാരമായി സഹായിക്കുക. റഹ്മാനായ റബ്ബ് നല്ല മാർഗത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും കാക്കുമാറാവട്ടെ. കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.